പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ടീച്ചറുടെ സ്നേഹനിർഭരമായ ഒരു ഗുഡ് നൈറ്റ് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി നമ്മളൊരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങിയിട്ട് അല്ലേ. ഇന്നിപ്പം മഴയൊക്കെ ശമിച്ചു. ഇന്ന് ഫുൾ ടൈം, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല തെളിഞ്ഞ വെയിലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. എന്തെന്നാൽ നമ്മുടെ ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് യാത്രകളും അതുപോലെ തന്നെ തുണി ഉണക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഇപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഡ്രയറിൽ ഉണക്കിക്കൂടാൻ ചോദിച്ചാൽ പോലും വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഡ്രയറിലിട്ട് ഉണക്കിയാലും വെയിലത്തിട്ട് ഉണക്കുന്ന പോലെ ആകുകയില്ല. അത് നന്നായിട്ട് ഉണങ്ങുകയുമില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പകുതി ഉണങ്ങിക്കിടന്ന തുണികളൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി മടക്കി വയ്ക്കാനും ഒക്കെയുള്ള ഒരു ദിവസം, ഒരവസരമായി ഇന്ന് സൂര്യഭഗവാൻ നമ്മളെയൊക്കെ ഒന്ന് കടാക്ഷിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ. കുഞ്ഞുങ്ങളുമൊക്കെ സ്കൂളിൽ പോയി, അമ്മമാരൊക്കെ ഓഫീസിലും സ്കൂളുകളിലും ഒക്കെ അവരുടെ ജോലിക്ക് പോയി ഒക്കെ തിരിച്ചൊക്കെ സുഖമായിട്ട് വരാൻ പറ്റി. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. നല്ലൊരു തെളിഞ്ഞ പ്രഭാതത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത് തന്നെ. നമുക്ക് സന്തോഷമായി. പക്ഷേ വിശ്വസിക്കണ്ടായിരുന്നു അല്ലേ. വിശ്വസിക്കണ്ട. അങ്ങനെ തെളിഞ്ഞ പ്രഭാതമായിട്ട് പിന്നീട് അതിശക്തമായ മഴയാണ് ഉണ്ടാകാറുള്ളത്. ഇന്ന് പക്ഷേ നല്ല തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇന്ന് മുഴുവൻ സൂര്യഭഗവാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ചെടികളും മരങ്ങളും വള്ളികളും പുഷ്പങ്ങളും ഒക്കെ ആ മഴത്തുള്ളികളെല്ലാം ഏറ്റ് അങ്ങനെ തണുത്ത് വിറച്ചിരുന്നവരൊക്കെ ഒന്ന് ചൂടൊക്കെ തട്ടി സുഖമായി ഇരുന്നു. നിങ്ങളെല്ലാവരും അത്താഴമൂണൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 8 മണിയൊക്കെ ആകുമ്പം ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ല സമയം. എന്നുകൊണ്ട് നമ്മൾ 9, 9:30 ചില സന്ദർഭങ്ങളിൽ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ 8 മണിയായപ്പോൾ കഴിച്ചു. ഇവിടെ ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞ് നമുക്ക് ഒരു ഗുഡ് നൈറ്റ് പറയുക, ഒരു ഗുഡ് മോർണിംഗ് പറയുക. ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു ആനന്ദമാണല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരുമായി ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ അവരെയൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണല്ലേ. നമ്മൾക്ക് അവരോടുള്ള സ്നേഹമൊന്ന് പരസ്പരം അറിയിക്കുകയാണല്ലേ. പിന്നെ ഇന്ന് ഇന്ന് കർക്കിടകം എത്ര ഇപ്പം ഒരു പ്രത്യേകതയുണ്ട്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എല്ലാം പെട്ടെന്ന് കടന്നു പോവുകയാണ്. പ്രകൃതിയുടെ മാറ്റമായിരിക്കും അതല്ലേ. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞാൻ സാധാരണ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും കിടക്കുമ്പോഴും നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് തന്ന, നാളത്തെ ദിവസം നമുക്ക് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈശ്വരനോട് നമ്മൾ ഒരു നന്ദി, ഈശ്വരനോട് നമ്മൾ നന്ദി പറയാൻ ആരുമല്ല എങ്കിൽ പോലും നമ്മൾ ഈശ്വരാരാധന എപ്പോഴും നല്ലതാണല്ലോ. അപ്പം കിടക്കാൻ നേരത്ത് നമ്മൾ പ്രായമായവരെയൊക്കെ ചെന്നൊന്ന് കണ്ട്, വീട്ടിൽ പ്രായമായ ഗ്രാൻഡ് പേരൻസൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി ഒരു 2 നിമിഷം ചിലവഴിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെ ഒന്ന് തടവി ഒന്ന് അവരുടെ വാത്സല്യം ഏറ്റുവാങ്ങി ഒക്കെ വന്ന് വേണം നിങ്ങളൊക്കെ കിടന്നുറങ്ങാൻ. പിന്നെ ഇന്നപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും കുറേ ദിവസം കൂടി ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹവും ആയുസ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സുഖനിദ്ര. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരയു. എനിക്കറിയാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗുഡ് നൈറ്റൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ടീച്ചറിന്ന് നേരെ വന്നത് കേട്ടോ.
അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ നിങ്ങളോട് ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും ഒക്കെ പറയാൻ വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.